നമസ്കാരം. ഞാൻ ശ്രീരാജ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നു. എന്നോട് ഒരുപാട് പേര് ചോദിക്കും, ഈ കാറിൻ്റെ ഉള്ളിൽ ഈ വിനയൽ മാറ്റ് ഫ്ലോർ ചെയ്യണ കാര്യം. സാധാരണ കമ്പനി വന്നത് കാർപ്പറ്റ് ആയിരിക്കുമല്ലോ, അത് മാറ്റിയിട്ട് വിനയൽ ഫ്ലോർ ചെയ്യണതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കുമ്പോൾ ഞങ്ങളത് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് നിന്ന് ചോദിക്കണത്, ചെയ്യണോ വേണ്ടയില്ലെന്ന്. അപ്പം ഞാൻ പരമാവധി എനിക്കറിയാവുന്നവരുടെ വണ്ടിയിലാണെങ്കിൽ ഞാൻ ചെയ്യണ്ട എന്നേ പറയുള്ളൂ. കാരണം എനിക്കറിയാവുന്നവരാണെങ്കിലും അറിയാവുന്നവരോട് എനിക്ക് നിർബന്ധിക്കാൻ പറ്റുള്ളൂ. അറിയാൻ പാലാത്തവരാണെങ്കിൽ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. അവർ ചെയ്യാണ്ടിരിക്കുക, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ സാധനം ചെയ്യരുത് എന്നാണ്, 100% ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ പരിപാടി കഴിയും. അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന വണ്ടി, ഒരു പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ വലിയ വിഷയം ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് എവിടെ നിന്നെങ്കിലുമൊക്കെ പഴയ വണ്ടികളാകുമ്പോഴാണ്, സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല, എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിൽ വെള്ളം കയറണ ബീഡിങ് കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും അടിയിൽ വെള്ളം തുറന്നു വിടുന്ന റബ്ബറിൻ്റെ ഒരു ക്യാപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വെള്ളം കയറും. മഴ പെയ്യുമ്പോഴാണെങ്കിലും വണ്ടി ഓടുമ്പോഴാണെങ്കിലും വെള്ളം കയറും. അപ്പോൾ നല്ല നല്ല വെള്ളമുള്ള സ്ഥലത്തൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ, കാർപ്പറ്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോർ കാണുമ്പോൾ അറിയാൻ പറ്റും നനഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളൊന്നല്ലെങ്കിൽ സർവീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് വെള്ളം വലിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് വെയിലത്ത് തുറന്നിട്ടാൽ അതൊന്ന് തുണിക്ക് തുടച്ചെടുത്തിട്ട് ഒന്ന് വെയിലത്ത് തുറന്നിട്ടാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷെ അതേ സമയത്ത് വിനയൽ മാറ്റാണ് ഉപയോഗിക്കണമെങ്കിൽ, വിനയൽ ചെയ്തിരിക്കുമ്പോൾ മേളിൽ ഓക്കെ, എല്ലാവരും പൊടി തൂത്തെടുക്കാനും സൗകര്യത്തിനൊക്കെ വേണ്ടിയാണ് ചെയ്യണത്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വെള്ളം എവിടെ നിന്നെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കയറില്ല എന്നൊക്കെ വിചാരിക്കും, നമ്മുടെ വണ്ടി നല്ല വണ്ടിയാണെന്നൊക്കെ നോക്കിയൊക്കെ ആയിരിക്കും എടുക്കണത്. ഞാൻ പ്രത്യേകം പറയാണ്, പുതിയ വണ്ടികളിൽ അങ്ങനെ പ്രശ്നം കാണാറില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് പറയുന്നത്, ഇപ്പം എൻ്റെ അനിയന്മാരുടെ, ചേട്ടന്മാരുടെ, അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും അറിയാവുന്ന സ്വന്തം കൂട്ടുകാരുടെ വണ്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ അവരോട് പറയും, ഇതുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് നമ്മൾ എടുത്തിട്ട് വരുമ്പോൾ ഈ സാധനം ഉണ്ടെങ്കിൽ അത് പൊളിച്ച് കളയണം. ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. പലർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. പക്ഷെ അതല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഈ സാധനം നമ്മുടെ വണ്ടിനെ കാർന്ന് തിന്നും. കാരണം ഈ വെള്ളം കയറി കിടന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കാർപ്പറ്റിൻ്റെ മേളിൽ, കമ്പനി വന്ന കാർപ്പറ്റിൻ്റെ മേളിൽ നമ്മൾ വിനയിൽ ഫ്ലോർ ചെയ്ത് വെള്ളം കയറി, നമുക്ക് കാണൂല ഇത്. സ്വാഭാവികമായിട്ടൊരു കുഴപ്പമുണ്ടാവില്ല, നോട്ടത്തിലും കുഴപ്പമില്ല, വേറൊരു കുഴപ്പമുണ്ടാവില്ല, നമ്മൾ കാണുകയുമില്ല. പിന്നീട് നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും സർവീസിന് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ കയറ്റി കഴിയുമ്പോൾ മനസ്സിലായില്ലേ, അടിഭാഗത്ത് നോക്കുമ്പോൾ ഈ വെള്ളം കിടന്ന് അതിൻ്റെ അടിയിൽ നിന്ന് റസ്റ്റൊക്കെ വന്ന് തുരുമ്പ് പിടിച്ച് മൊത്തത്തിൽ പോവും. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറയണത്, ഈ വിനയൽ മാറ്റ് ചെയ്യാണ്ടിരിക്കുക. കാരണം അടിയിൽ വെള്ളം കിടന്ന് നമ്മൾ കാണണതിൻ്റെ മാത്രമല്ല, അടിയിൽ വെള്ളം കിടന്നിട്ടുണ്ടെങ്കിൽ ഉണങ്ങിപ്പോവില്ല. കാർപ്പറ്റ് ആണെങ്കിൽ ഡോറ് തുറന്നിട്ട് വെയിലത്ത് കൊണ്ടിട്ടാൽ 2 ദിവസത്തിനുള്ളിൽ വെയിൽ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കിടന്നാൽ ഉണങ്ങിപ്പോവും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാട്ടർ സർവീസിങ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വെള്ളം സക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോവും. അതല്ലാണ്ട് നമ്മൾ ഈ സാധനം ഉപയോഗിക്കരുത്, ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. ഞാൻ വേണമെങ്കിൽ ഉദാഹരണ സഹിതം കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ വേറൊരു വണ്ടിയാണ്, നേരത്തെ വണ്ടിയല്ല കേട്ടോ, ആ വണ്ടിയല്ല, ഇത് വേറേതാണ്. ഇത് നോക്കിക്കോട്ടോ, ഇത് കമ്പനി വന്ന കാർപ്പറ്റാണ് കേട്ടോ. ഇത് നോർമലി നനഞ്ഞ് കഴിയുമ്പോൾ നമുക്കിങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ, മഴയുള്ള സമയത്ത് അറിയാൻ പറ്റില്ല, കാർപ്പറ്റ് നനഞ്ഞ് കഴിയുമ്പോൾ അറിയാൻ പറ്റും നമുക്ക്. നോക്കിക്കോ, ഇതണ്ട, ഇതാണ് എൻ്റെ പരിപാടി. ഇതിങ്ങനെ കിടക്കും വെള്ളം. ഈ വെള്ളം ഇങ്ങനെ കിടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഫ്ലോറൊക്കെ തുരുമ്പ് പിടിച്ച് പോവും. നോർമലി ഇങ്ങനത്തെ കാർപ്പറ്റ് ആയതുകൊണ്ട് നമുക്ക് നനയുമ്പോൾ അറിയാൻ പറ്റും. അപ്പം നമുക്കൊന്നല്ലെങ്കിൽ സർവീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് വെള്ളം സക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു തുണി വെച്ച് തുടച്ചിട്ട് വെയിലത്തിട്ടാൽ മാറാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. മറ്റേതങ്ങനെയല്ല, നമ്മളറിയൂല, അതവിടെ കിടക്കും. ആ വെള്ളം അവിടെ കിടന്ന് ചിലപ്പോൾ സമയം എടുക്കും പോകാൻ, വെള്ളം പറ്റാൻ. അങ്ങനെ വരുമ്പോഴേക്കും ഫ്ലോറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. പിന്നെ നമ്മൾ ഇപ്പം രണ്ടാമത് പാച്ച് വർക്ക് ചെയ്ത് പുതിയ ഫ്ലോറിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ കയറ്റിയാലും അത് ശരിയാവില്ല. ഒരു 5-6 മാസത്തിനുള്ളിൽ പിന്നീടും പഴയ കണ്ടീഷനിലോട്ട് പോവും. ആ ഒറിജിനാലിറ്റി പോയി, പിന്നെ കിട്ടൂല. ഇത് ഞാൻ മറ്റുള്ളവരോട്, എന്നോട് ഇപ്പോഴും ചോദിക്കാറുണ്ട്, വിനയൽ ഫ്ലോറിംഗ് എന്ന് വെച്ചാൽ PVC ഫ്ലോറിംഗ് ഉണ്ടോ, വിനയൽ ബട്ടൺ മാറ്റില്ലേ, ആ മാറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. അത് ഇടാമോ എന്ന് പിന്നീടും വന്ന് ചോദിക്കുമ്പോൾ ഞാനിത് പറഞ്ഞിട്ട് മനസ്സിലാകാനുള്ള ആൾക്കാർക്ക് അതെങ്ങനെ പോവും, അതെന്താണ് പോണത്, അങ്ങനെ പോകുമോ, അങ്ങനെ വെള്ളം കയറുമോ? എനിക്കിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോഴാണ് ഞാൻ കാണിച്ചു തന്നത്.
എൻ്റെ വണ്ടിയിലായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കാണിക്കാൻ മാറ്റ് പൊക്കി ഞാൻ കാണിച്ച്. ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല, കാലിൽ വെള്ളം വന്നി എപ്പോഴാണ് കണ്ടത്. എൻ്റെ വിചാരം എന്താ അറിയാമോ, ഇത് ഞാൻ കിടിലം വണ്ടിയാണ്, നോക്കിയെടുത്ത വണ്ടിയാണ്, വെള്ളമൊന്നും കയറൂല, നല്ല വണ്ടിയാണെന്ന് പറഞ്ഞൊക്കെ എടുത്താണ്. അങ്ങനെയൊന്നുമില്ല. സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ എടുത്ത് കഴിയുമ്പോൾ വെള്ളം വരും. അത് ബീഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇനി ഒന്ന് നോക്കണം, അടിച്ച് നോക്കണം. ഇപ്പോഴാണ് മഴയത്താണ് കണ്ടത്. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വരും വണ്ടിക്ക്. അതുകൊണ്ടാണ് പറയണത്. പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല. നിങ്ങൾ ഈ സാധനം ഒന്നും ഇടല്ലേ, നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വണ്ടി സർവീസിന് കൊടുക്കും, വാട്ടർ സർവീസിന് കൊടുക്കും. അപ്പോൾ കാർപ്പറ്റിൽ ഈ മണ്ണുണ്ടെങ്കിൽ അവർ വലിച്ചോളും. വണ്ടി കഴുകുമ്പോൾ ഇൻസൈഡും കൂടി ഒന്ന് വാക്കം ചെയ്യണ ഒരു പരിപാടി ഉണ്ടല്ലോ. ഇന്റീരിയർ വാഷ് ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ചെയ്യിക്കാനുള്ള പറ്റിയൊന്നുമില്ല. ചിലയിടത്ത് റേറ്റ് കൂടുതലായിരിക്കും, ചിലയിടത്ത് കുറവായിരിക്കും, ചിലയിടത്ത് കൂടുതലായിരിക്കും. അങ്ങനെ പല പല ഇതുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ നോർമൽ ഒരു വാട്ടർ സർവീസിന് കൊടുക്കുമ്പോൾ എന്തായാലും ഒരു ഇന്റീരിയർ ഒന്ന് വാക്കം ചെയ്ത് തുടച്ചിട്ടേ തരുള്ളൂ. അപ്പൊ നമ്മളെ ആവശ്യമില്ലാണ്ട് നമ്മുടെ വണ്ടിയിൽ പൊടിയാവും മണ്ണാവും എന്നൊക്കെ പറഞ്ഞ് വിനയൽ മാറ്റ് വിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലും മണ്ണ് കിടക്കണ ഇഷ്ടം പോലെ വണ്ടികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പറയണത്, ഈ സാധനം ഇടുന്നത് വെറുതെ പാഴ്ചെലവാണ്. ചെയ്യാതിരിക്കുക. വണ്ടിനോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. ഇത്രയും എനിക്ക് പറയാനുള്ളത്.